മഹിഷി എന്ന അസുര സ്ത്രീ എങ്ങനെ മാളികപ്പുറത്തമ്മയായി എന്ന കഥ കേട്ടിട്ടുണ്ടോ? ദുർഗാദേവിയാൽ കൊല്ലപ്പെട്ട മഹിഷാസുരന്റെ സഹോദരിയായിരുന്നു മഹിഷി. തന്റെ സഹോദരന്റെ വധം മഹിഷിയെ ദേവന്മാരോട് പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ദേവന്മാരെ കാൽക്കീഴിൽ കൊണ്ടുവരുന്നതിന് താൻ നിസ്സാരയാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹിഷി കഠിന തപസ് ആരംഭിച്ചു. തപസ്സിൽ പ്രസാദിച്ച ബ്രഹ്മദേവൻ മഹിഷിക്ക് മുൻപിൽ പ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മദേവനോട് മഹിഷി വരം ചോദിച്ചു. വിഷ്ണുവിൻ്റെയും ശിവന്റെയും സംഗമത്തിൽ നിന്ന് ജനിക്കുന്ന ഒരാൾക്കല്ലാതെ എന്നെ വധിക്കാൻ ആർക്കും കഴിയരുത് എന്നതായിരുന്നു മഹിഷി ചോദിച്ച വരം. ബ്രഹ്മദേവൻ ആ വരം നൽകി. വരം ലഭിച്ചയുടനെ മഹിഷി സ്വർഗവും ഭൂമിയും കീഴടക്കി. ദേവന്മാർ സ്വർഗത്തിൽ നിന്നും പലായനം ചെയ്തു. അവർ ബ്രഹ്മദേവനെ സമീപിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ഇപ്പോൾ മഹാവിഷ്ണുവിന് മാത്രമേ സാധിക്കൂ എന്ന് ബ്രഹ്മാവ് മറുപടി നൽകി. അങ്ങനെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ച് മഹാദേവനെ സമീപിച്ചു. മോഹിനിയിൽ മഹാദേവൻ അനുരക്തനായി. അവരുടെ സംഗമത്തിൽ നിന്നും മണികണ്ഠൻ ജനിച്ചു. മണികണ്ഠൻ പിന്നീട് അയ്യപ്പൻ എന്നറിയപ്പെട്ടു. അതോടെ ബ്രഹ്മദേവന്റെ വരം പൂർത്തിയായി. കാലക്രമത്തിൽ സ്വർഗവും ഭൂമിയും അടക്കി ഭരിച്ചിരുന്ന മഹിഷിയുമായി അയ്യപ്പൻ യുദ്ധം ചെയ്തു. മഹാഭീകര യുദ്ധത്തിനൊടുവിൽ അയ്യപ്പന്റെ അസ്ത്രമേറ്റ് മഹിഷി നിലം പതിച്ചു. എന്നാൽ മഹിഷിയുടെ അസുരരൂപത്തിൽ നിന്നും ഒരു ദേവതാരൂപം പുറത്തു വന്നു. അവൾ അയ്യപ്പനോട് പറഞ്ഞു, സ്വാമി, ഞാൻ അങ്ങയെ സത്യസന്ധമായി ആരാധിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയെ പരിചരിച്ച് അങ്ങയുടെ പത്നിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ നിത്യബ്രഹ്മചാരിയായി ധർമ്മപരിപാലനം നടത്താൻ ആഗ്രഹിച്ച അയ്യപ്പൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, മേലിൽ നീ മാളികപ്പുറം എന്നറിയപ്പെടും. കലിയുഗത്തിൽ എന്നെ സന്ദർശിക്കാൻ ഒരു കന്നിസ്വാമി പോലും വരാത്ത കാലം വരുമ്പോൾ ഞാൻ നിന്നെ പത്നിയായി സ്വീകരിക്കാം. ഇപ്പോൾ നിനക്കെന്റെ സമീപം മറ്റൊരു ക്ഷേത്രത്തിൽ ശബരിഗിരിയിൽ തന്നെ വർത്തിക്കാം. അങ്ങനെ അയ്യപ്പൻ ശബരിമലയിൽ ധർമ്മശാസ്താവായി നിലകൊണ്ടു. ശാസ്താവിനോടൊപ്പം മാളികപ്പുറവും കുടിയിരിപ്പ് ആരംഭിച്ചു. ശബരിമലയിൽ ശാസ്താവിനോടൊപ്പം തന്നെ മാളികപ്പുറത്തെയും ആരാധിച്ചു വന്നു. മാളികപ്പുറം ഇപ്പോഴും ശാസ്താവിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു എന്നാണ് വിശ്വാസം.